പകുതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു. ഈരാറ്റുപേട്ടയിലെ തെളിവെടുപ്പിനിടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. കേസിൽ NGO കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ KN ആനന്ദ്കുമാറിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. അതിനിടെ പകുതിവില തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ 100-ലധികം സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയായത്. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, തട്ടിപ്പിന്റെ വലിയ കഥകളാണ് പുറത്തു വരുന്നത്. ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രം 106-ലധികം സ്ത്രീകൾ ഈ തട്ടിപ്പിനിരയായിരിക്കുന്നു. 33,000-ഓളം പരാതികൾ ലഭിക്കുന്നു. കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന പേരിലേക്ക് മാറുകയാണോ അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഓഫർ തട്ടിപ്പ്? അലി, അലി കേൾക്കാമെങ്കിൽ, അലി, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുകയാണോ ഓരോ ദിവസം കഴിയുമ്പോഴും? അതേപോലെ ആനന്ദ്കുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുകയാണോ? അലി അക്ബർ ഷായാണ് നമുക്കൊപ്പം ചേരേണ്ടത്. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. അലി, എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസം കഴിയും തോറും വരുന്ന പരാതിക്കാരുടെ എണ്ണം കൂടുന്നു. 33,000-ഓളം പരാതികൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാവുന്നു. ഒരു പഞ്ചായത്തിൽ മാത്രം 100-ലധികം സ്ത്രീകൾ പറ്റിക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ആനന്ദ്കുമാർ എന്ന സൈഗ്രാമിന്റെ പഴയ സ്ഥാപകനെതിരെയും ഇപ്പോൾ അന്വേഷണം തിരിയുന്ന സാഹചര്യമുണ്ടാവുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ മുഖവും അവരുടെ സാന്നിധ്യവും തന്നെ വലിയ രീതിയിൽ പരസ്യമാക്കിക്കൊണ്ട് നടത്തിയ തട്ടിപ്പെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1000 കോടി എന്നുള്ളത് മാറി 3000 കോടിയിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അലി, എൻ്റെ ചോദ്യം ഇതായിരുന്നു, അനന്ത്കുമാറിലേക്ക് അന്വേഷണം തിരിയുകയാണോ? ഓരോ ദിവസവും വ്യാപ്തി കൂടിക്കൂടി വരികയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി ഈ ഓഫർ തട്ടിപ്പ് മാറുകയാണോ അലി? ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത് സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പെന്നായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് കേരള ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പെന്ന നിലയിലേക്ക് ഈ പകുതിവില തട്ടിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടി ഇടങ്ങളിൽ എത്തിച്ച് ഇയാളെ തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉൾപ്പെടെ ഇയാൾക്കും എതിരെ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭൂമി വാങ്ങിക്കൂട്ടിയതിൽ പല സ്ഥലങ്ങളിലും നിരന്തരം സിനിമ ഷൂട്ടിംഗ് ഉൾപ്പെടെ നടക്കുന്ന അത്രയും വിലപിടിപ്പുള്ള ഭൂമിയാണ് ഇയാൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, DIGയുടെയും ആലുവ റൂറൽ SPയുടെയും ഈ ചോദ്യം ചെയ്യലിലാണ് അതിനിർണായകമായ വിവരങ്ങൾ അനന്തുകൃഷ്ണൻ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലാണ് ആനന്ദകുമാറിന് 2 കോടി രൂപ കഴിഞ്ഞ വർഷം കൈമാറിയിരുന്നു എന്ന വിവരം അനന്തുകൃഷ്ണൻ പങ്കുവച്ചത്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ 46 ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന വിവരവും അനന്തുകൃഷ്ണൻ പങ്കുവെക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ 2 കോടി രൂപ ആനന്ദകുമാറിന് കൈമാറിയതെന്നതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ഉത്തരം അനന്തുകൃഷ്ണൻ ഇനിയും നൽകിയിട്ടുമില്ല. നാളെ ഈ അനന്തുകൃഷ്ണന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും ഓഫീസിലും എത്തിച്ച് തെളിവെടുപ്പ് തുടരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുമാണ്. എന്തായാലും നാളെ കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കും. അനന്ത്കുമാറിലേക്കും അന്വേഷണം തിരിയുന്നു എന്നാണ് അലി അക്ബർ ഷാ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.